ഇപ്പോൾ ഈ ജാനകി സിനിമ വിവാദമുണ്ടല്ലോ, നമ്മുടെ JSK എന്ന് പറയുന്ന സിനിമ. ആ സിനിമാ വിവാദത്തിൽ വിചിത്രവാദവുമായി സെൻസർ ബോർഡ് ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വാദം എന്തെന്ന് കേട്ടാൽ പ്രേക്ഷകർ തന്നെ, കേൾക്കുന്നവർ അമ്പരന്ന് പോകും. അതായത് ഹൈക്കോടതിയിൽ ഇപ്പോൾ സെൻസർ ബോർഡ് പറയുന്നത്, അവരുടെ സത്യവാങ്മൂലം എന്ന് പറയുന്നത്, ബലാത്സംഗത്തിനിരയായ ജാനകി എന്ന് പറയുന്ന കഥാപാത്രത്തെ പ്രതിഭാഗം അഭിഭാഷകൻ വിസ്തരിക്കുന്ന ഒരു സീനുണ്ട്. ആ സീനിൽ പ്രതിഭാഗം അഭിഭാഷകൻ ഇതര മതസ്ഥനാണെന്ന്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിലൊരു കഥാപാത്രത്തെ വിസ്തരിക്കുന്ന മറ്റൊരു കഥാപാത്രം വേറൊരു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് സെൻസർ ബോർഡ് നിലപാട് സ്വീകരിക്കുകയാണ്. ഇത് എന്തൊരു സെൻസർ ബോർഡാണ് എന്ന് വീണ്ടും വീണ്ടും നമുക്ക് ചോദിക്കേണ്ടി വരുന്നു. അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല. ഈ രാജ്യത്ത് ഇപ്പോൾ ഇങ്ങനെയാണ്. ജാനകി എന്ന കഥാപാത്രത്തെ അപമാനിക്കുന്ന ചോദ്യങ്ങൾ ഈ സീനിലുണ്ട്. മതങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന് ഈ രംഗം കാരണമാകും. ജാനകി എന്ന പേര് സീതാദേവിയുടെ വിശുദ്ധനാമം. മതവികാരത്തെ അപമാനിക്കുന്നതിലൂടെ ക്രമസമാധാനം തകർക്കാനാണ് ശ്രമം. വളരെ വിചിത്രമായ ആക്ഷേപങ്ങളാണ് ഈ സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ സെൻസർ ബോർഡ് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിലും ചേരുകയാണ്. ഉമേഷ്, ഇത് എന്തൊക്കെയാണ് ഈ സെൻസർ ബോർഡ് പറഞ്ഞു വെക്കുന്നത്? സെൻസർ ബോർഡ് ഒരു സെൻസ് ഇല്ലാത്ത ബോർഡായി മാറുകയാണോ ഹൈക്കോടതിയിൽ? അതാണോ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്? ഈ ജാനകി എന്ന കഥാപാത്രത്തെ വിസ്തരിക്കുന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ കഥാപാത്രം മറ്റൊരു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് പേര് മാറ്റണമെന്നാണോ പറയുന്നത്? ഈ ജാനകി വോയിസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള ആ സിനിമ അതിന്റെ നിർമ്മാണം ഹൈക്കോടതിയിൽ സമീപിച്ച ഘട്ടത്തിൽ എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ആ ജാനകി എന്ന പേര് മാറ്റണം എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ സെൻസർ ബോർഡിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. എന്താണ് ഉന്നയിക്കുന്ന പ്രശ്നം? ഇതിൽ ഏത് തരത്തിലാണ് അവഹേളനമാകുന്നത്? ഈ ദൈവത്തിന്റെ പേര് നേരത്തെയൊക്കെ വന്നിട്ടുള്ളത്, ഇതിലെന്താണ് പ്രശ്നം എന്ന കാര്യം കുറെ കൂടി വിശദീകരിച്ചുകൊണ്ട് ഒരു സത്യവാങ്മൂലമായി സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത്. അത് പ്രകാരമാണ് ഇപ്പോൾ സെൻസർ ബോർഡിന്റെ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ആ സത്യവാങ്മൂലത്തിൽ സെൻസർ ബോർഡ് ഉന്നയിക്കുന്ന വാദങ്ങളാകട്ടെ വിചിത്രവുമാണ്. ഇപ്പോൾ മനു പറഞ്ഞതുപോലെ തന്നെ ഈ ബലാത്സംഗത്തിനിരയായ ജാനകിയെ വിസ്തരിക്കുന്ന ഒരു പ്രതിഭാഗം അഭിഭാഷകൻ, അയാൾ ഇതര മതസ്ഥനാണ് എന്നൊക്കെയാണ് സെൻസർ ബോർഡ് പറയുന്നത്. ജാനകി എന്ന കഥാപാത്രത്തെ അപമാനിക്കുന്ന ചോദ്യങ്ങൾ ഈ സീനിലുണ്ട്. കാരണം പ്രതിഭാഗം അഭിഭാഷകനാണ്. അപ്പോൾ വിസ്തരിക്കുന്ന രംഗത്തിൽ ഈ ഇരയായ ജാനകിയെ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതര മതസ്ഥനാവുമ്പോൾ രണ്ട് മതങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ ഈ രംഗം കാരണമാകും എന്നൊക്കെയാണ് സെൻസർ ബോർഡ് പറയുന്നത്. ഉമേഷ്, ഇത് എത്രയോ സിനിമകളിൽ ഉമേഷ് വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ തമ്മിൽ പരസ്പരം ഉള്ള വഴക്കുണ്ടാക്കുന്ന സീനുകളും അതല്ലെങ്കിൽ ആ രീതിയിൽ കോടതി സീനുകളും പോലീസ് സ്റ്റേഷൻ സീനുകളും ഒക്കെ നമ്മൾ കണ്ടിരിക്കുന്നു. അന്നൊന്നുമില്ലാത്ത പ്രശ്നങ്ങളും വികാരം വ്രണപ്പെടലും ഒക്കെ ഇപ്പോൾ സെൻസർ ബോർഡിന് എങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യം ഇപ്പോൾ എങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്നതിന്റെ കൂടി ഉദാഹരണമാണോ ഈ സത്യവാങ്മൂലം? മനു, കോടതിയും ഇത് ദൈവങ്ങളുടെ പേര് ആർക്കെങ്കിലും ഒക്കെ ദൈവങ്ങളുടെ പേര് തന്നെ ആയിരിക്കുമല്ലോ ഭൂരിഭാഗവും ഉണ്ടാവുക. അപ്പോൾ പിന്നെ അത് ഒഴിവാക്കി എങ്ങനെയാണ് ഒരു പേര് നൽകുന്നത്? മാത്രമല്ല, ഇതിനു മുൻപും സിനിമകളിൽ ഇത്തരം പേരുകൾ വന്നിട്ടുള്ളതല്ലേ. പിന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമയുടെ പേര് മാത്രം മാറ്റണം എന്ന് പറയുന്നത്? അതിന് കൃത്യമായ കാരണമുണ്ടെങ്കിൽ അറിയിച്ചു എന്നാണ് കോടതി പറഞ്ഞിരുന്നത്. അതായിരിക്കാം സെൻസർ ബോർഡ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കണ്ടെത്തി കോടതി അറിയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സെൻസർ ബോർഡ് പറയുന്നത് പ്രകാരം ഈ ജാനകി എന്ന പേര് സീതാദേവിയുടെ വിശുദ്ധ നാമമാണ്. അതെങ്ങനെ അപമാനിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ വിശദീകരണമാണ് അവർ കോടതി അറിയിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ഈ അതൊരു വല്ലാത്ത വിശദീകരണമായി പോയെന്ന് പറയുന്നത്. അതെ, അത് മനു, ആ തരത്തിലാണ് അവരുടെ ഒരു കണ്ടെത്തൽ. കാരണം ഈ സെൻസർ ബോർഡിനോട് പലതവണ ചോദിക്കുമ്പോൾ ഒരു കൃത്യമായ കാരണം കോടതി ചോദിച്ചതാണ്. അതിനായിരിക്കാം അവർ ഇങ്ങനെ ഒരു കാരണം കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കുന്നു. ഇതിലെ പ്രധാന കഥാപാത്രമായ ജാനകി എന്ന കഥാപാത്രത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും രംഗങ്ങളും ഒക്കെ ഇതിലുണ്ട്. അത് സീതാദേവിയുടെ നാമത്തിലുള്ള ഒരു പെൺകുട്ടി അപമാനിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇതിൽ പ്രതിഭാഗം അഭിഭാഷകനായി വരുന്നത് മറ്റൊരു മതസ്ഥനാണ്. അങ്ങനെ ഇതര മതസ്ഥനായ ഒരാൾ നിരന്തരം ഈ ജാനകിയെ അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ സെൻസർ ബോർഡ് പറയുന്നത് അനുസരിച്ചാണെങ്കിൽ നാളെ മുതൽ സിനിമകളോ നാടകങ്ങളോ ഒക്കെ അല്ലെങ്കിൽ കഥകളോ ഒക്കെ എഴുതുമ്പോൾ കഥാപാത്രത്തിന്റെ മതം ഏതാണോ, ഇപ്പോൾ ഹിന്ദുവായ കഥാപാത്രത്തെയാണ് ക്രോസ് ചെയ്യണമെങ്കിൽ ഹിന്ദുവായ അഭിഭാഷകൻ വരണം, അല്ലെങ്കിൽ മുസ്ലിമായ കഥാപാത്രത്തെയാണ് ക്രോസ് ചെയ്യണമെങ്കിൽ മുസ്ലിമായ അഭിഭാഷകൻ വരണം. അങ്ങനെയൊക്കെ വേണ്ടി വരുമല്ലോ സെൻസർ ബോർഡിന്റെ ഈ സത്യവാങ്മൂലം അനുസരിച്ചാണെങ്കിൽ. അതെ, കാരണം ഇത് മുൻപൊരിക്കലും ചരിത്രത്തിൽ ഇല്ലാത്ത ചില പുതിയ വാദങ്ങളാണ് ഈ സെൻസർ ബോർഡ് മുന്നോട്ട് വെക്കുന്നതെന്ന് തന്നെ വേണം കരുതാൻ. കാരണം മുൻപൊരിക്കലും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സിനിമകൾ മുൻപും വിവാദമായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മതവികാരം വ്രണപ്പെടുത്തും, അതിൽ ഇന്നതൊക്കെയാണ് കാരണം എന്ന തരത്തിൽ വിചിത്ര വാദങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഇത് ഇങ്ങനെ മതവികാരത്തെ അപമാനിക്കുന്നതിലൂടെ, അതായത് ഇതര മതസ്ഥനായ ഒരാൾ ഇങ്ങനെ ജാനകിയെ
അപമാനിക്കുന്ന തരത്തിൽ ക്രോസ് വിസ്താരം ചെയ്യുന്ന രംഗങ്ങളൊക്കെ പുറത്തു വരുന്നതിലൂടെ അത് മതവികാരത്തെ അപമാനിക്കലാകും. അങ്ങനെ അപമാനിക്കുന്നതിലൂടെ ക്രമസമാധാനം തകർക്കപ്പെടും. സങ്കീർണമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഈ സിനിമയിലെ രംഗം. അത് അംഗീകരിച്ചാൽ ഇനി ഇവർ പറയുന്നത് പ്രകാരം ഇത് അംഗീകരിച്ചാൽ തുടർന്നും സമാന രംഗങ്ങളൊക്കെ സിനിമയിൽ കൂടുതൽ ആവർത്തിക്കും. അത് വലിയ കലാപത്തിന് കാരണമാവും എന്നൊക്കെയാണ് സെൻസർ ബോർഡിന്റെ വാദം. ഏതായാലും ഈ വാദങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാകുന്നുണ്ട് ഉമേഷ്. കേന്ദ്ര സഹമന്ത്രി കൂടിയായ BJP നേതാവ് കൂടിയായ സുരേഷ് ഗോപിയുടെ സിനിമയാണല്ലോ ഇത്. അദ്ദേഹം ഈ വിഷയത്തിൽ ഇതുവരെ മൗനം വെടിഞ്ഞതായിട്ട് എവിടെയെങ്കിലും കേട്ടിരുന്നോ? അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെയാണല്ലോ ഈ പറയുന്ന സെൻസർ ബോർഡിന്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നത്. അതെ, ഇതുവരെയും അദ്ദേഹം അക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ വിവാദം വന്നതിന് ശേഷം പലയിടത്തും അദ്ദേഹം പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളതാണ്. ആ ഘട്ടത്തിലൊക്കെ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം ചോദിച്ചിരുന്നു. ഒരു കാരണവശാലും ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന അഭിപ്രായം പറയാൻ അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ ഒരു കേന്ദ്രമന്ത്രി എന്നുള്ളതിൽ തനിക്ക് പ്രതികരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അനൗദ്യോഗികമായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതായിട്ടുള്ള വിവരം വരുന്നത്. ഏതായാലും അദ്ദേഹം വളരെ തന്ത്രപരമായ മൗനം ഇക്കാര്യത്തിൽ തുടർന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഇതിൽ കൃത്യമായ നിലപാട് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, കോടതിയെ ഈ നിർമ്മാണ വലിയ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ വലിയ പിന്തുണ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം ആ ഘട്ടത്തിൽ പോലും അദ്ദേഹം ഒരു വാക്ക് മിണ്ടാൻ തയ്യാറായില്ല എന്നുള്ളതും പ്രസക്തമാണ്. ഏതായാലും ഈ സെൻസർ ബോർഡ് പുതിയ ചില, അതായത് അവർ അവരുടെ ആദ്യത്തെ കടുത്ത നിലപാടിൽ നിന്ന് ചില വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. ജാനകി എന്ന പേര് പൂർണ്ണമായി മാറ്റണം എന്നവർ ഇപ്പോൾ പറയുന്നില്ല. 96 രംഗങ്ങൾ കട്ട് ചെയ്യണമെന്നൊക്കെ നേരത്തെ പറഞ്ഞാണ്. അതിൽ നിന്നൊക്കെ അവർ നിലപാട് മാറ്റിയിട്ടുണ്ട്. ചില രംഗങ്ങൾ ഒഴിവാക്കണം. ചില രംഗങ്ങൾ കട്ട് ചെയ്താൽ പിന്നെ സിനിമ വേറെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു സിനിമയിൽ നിന്ന് 96 സീനുകൾ കട്ട് ചെയ്താൽ പിന്നെ അതിന്റെ അവസ്ഥ നമുക്ക് അറിയാമല്ലോ. അതെ, അതുകൊണ്ട് ചില രംഗങ്ങൾ മാറ്റണം, ചിലത് മ്യൂട്ട് ചെയ്യണം എന്നൊക്കെയാണ് നേരത്തെ വാദമധ്യം പറഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ കോടതി പരിഗണിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. അതെന്താണ്, ഏത് രംഗമാണ്, ഏതാണ് മ്യൂട്ട് ചെയ്യേണ്ടത്, ഏത് രംഗമാണ് ഒഴിവാക്കേണ്ടത് എന്ന് സ്വാഭാവികമായ സംശയം ഉണ്ടായിരുന്നു. അതിപ്പോൾ ഈ സെൻസർ ബോർഡിന്റെ സത്യവാങ്മൂലം അതിൽ വിവരങ്ങൾ പുറത്തു വന്നതോടെ അക്കാര്യത്തിലും കൂടുതൽ കാര്യങ്ങൾ ബോധ്യമാവുകയാണ്. അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ പൊതുമധ്യത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നിർമ്മാതാക്കളുടെ വാദം എന്താണ് എന്നറിയണം. അവരുടെ ഈ പുതിയ നിർദ്ദേശം അവർക്ക് സ്വീകാര്യമാണോ എന്നറിയണം. ഒപ്പം ഈ സത്യവാങ്മൂലം കോടതി പരിഗണിച്ച് എന്താണ് കോടതി ഇതിൽ അഭിപ്രായം പറയാൻ പോകുന്നത് എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഈ രണ്ടു കൂട്ടരുടെയും ഈ വാദം കേട്ട ശേഷം മാത്രമേ കോടതി ഒരു തീർപ്പിലേക്ക് പോവുകയുള്ളൂ. കോടതി ഈ സിനിമ കാണുകയും കൂടി ചെയ്ത ഒരാളാണ് ഈ ജഡ്ജി. അതുകൊണ്ട് ഈ സത്യവാങ്മൂലം അദ്ദേഹത്തിന്റെ മുൻപിലേക്ക് എത്തും. അദ്ദേഹം സിനിമ കണ്ട ആളുമാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടി പരിഗണിച്ച് എന്താണ് ഇനി അദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനം. ശരി, നോക്കാം ഉമേഷ്, നമുക്ക് എന്താണെന്ന് സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന്. സെൻസർ ബോർഡിന്റെ വാദങ്ങളെക്കുറിച്ചാണ് ഉമേഷ് ഈ പറഞ്ഞത്. എന്തൊക്കെയാണ് അവർ ഉന്നയിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലേ? കേട്ടാൽ തന്നെ നമ്മൾ അമ്പരന്ന് പോകുന്ന തരത്തിലുള്ള വിചിത്രമായ വാദഗതികളാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് സെൻസർ ബോർഡ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ ഈ ജാനകി എന്ന പേര് മാറ്റാൻ പറയുന്ന കാരണം, ഈ ജാനകി എന്ന കഥാപാത്രത്തെ ക്രോസ് ചെയ്യുന്ന പ്രതിഭാഗം അഭിഭാഷകൻ ഇതര മതസ്ഥനാണത്രേ. അതുകൊണ്ട് അത് മതവികാരം വ്രണപ്പെടുത്തുമെന്ന്. അതാണ് സെൻസർ ബോർഡ് പറയുന്ന വലിയ ന്യായങ്ങളിലൊന്ന്. നമുക്ക് നോക്കാം, കോടതി 1:45 പരിഗണിക്കും. എന്താണ് നിലപാടെടുക്കുന്നതെന്ന് കാത്തിരിക്കാം.